കൊച്ചുവേലായുധൻ എന്ന് പറയുന്ന ഒരു വയോധികനായ മനുഷ്യനോട്. കൊച്ചുവേലായുധൻ അല്ലേ? തൃശ്ശൂര്. മറ്റേ CATU ചുമട്ടുതൊഴിലാളിയായിരുന്ന CPM-ന്റെ പുള്ള് ബ്രാഞ്ച് സെക്രട്ടറി ഒക്കെ ആയിരുന്ന കൊച്ചുവേലായുധൻ. കൊച്ചുവേലായുധൻ എന്ന് പറയുന്ന വയസ്സായ മനുഷ്യനോട് സുരേഷ് ഗോപി, സഖാവ് കൊച്ചുവേലായുധൻ അങ്ങനെ പറയണം. സഖാവ് കൊച്ചുവേലായുധനോട് സുരേഷ് ഗോപി കാണിച്ചത് ശരിയാണോ? ആ നിവേദനം വാങ്ങിച്ചു വെക്കേണ്ടതല്ലായിരുന്നോ? എന്നിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൈമാറിയാൽ പോരായിരുന്നോ? എന്തിനാണ് കൊച്ചുവേലായുധൻ നിവേദനം കൊടുത്തത്? വീടിന്റെ അപേക്ഷയായിരുന്നു. വീട് MP-മാർക്ക് വീട് കൊടുക്കാനുള്ള പദ്ധതി വല്ലതും ഉണ്ടോ? ഇല്ല. ആരാണ് വീട് കൊടുക്കുന്നത്? നിങ്ങളുടെ നാട്ടില് ഒരാൾക്ക്, കൊച്ചുവേലായുധനോ കൊച്ചു രാമനോ കൊച്ചു കൃഷ്ണനോ ആരെങ്കിലും ഒരാൾക്ക് ഒരു വീട് വേണം അല്ലേ? വീട് വേണമെങ്കിൽ എന്താണ് നാട്ടിലുള്ള നടപടിക്രമം? സാധാരണ പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കും. പഞ്ചായത്ത് കമ്മിറ്റിയൊക്കെ കൂടിയിട്ട് അത് പാസ്സാക്കി അതിന്റെ യോഗ്യത നോക്കിയിട്ട് എന്ത് ചെയ്യും? പ്രയോറിറ്റി നോക്കിയിട്ട് ലൈഫ് പദ്ധതി പ്രകാരം വീട് കൊടുക്കും. MP വിചാരിച്ചാൽ വീട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പുള്ളിൽ ഈ കലുങ്ക് ചർച്ച എന്നൊരു പരിപാടി സുരേഷ് ഗോപി നടത്തുന്നുണ്ട്. അവിടെ കൊച്ചുവേലായുധൻ വന്നൊരു അപേക്ഷ കൊടുത്തു. അതാണല്ലോ കഥ. അപ്പോൾ അപേക്ഷയ്ക്കകത്ത് എന്താണ്? മാതൃഭൂമി ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. സുരേഷ് ഗോപി അറിയാൻ കൊച്ചുവേലായുധൻ സഹായം തേടിയെത്തിയത് തൊഴുത്തു ജീവിതം മടുത്ത്. തൊഴുത്തു ജീവിതം മടുത്ത് കൊച്ചുവേലായുധൻ സുരേഷ് ഗോപിയുടെ സഹായം തേടി വന്നത് സുരേഷ് ഗോപി സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്തൊരു വീടുണ്ടാക്കി കൊടുക്കാനാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ അത് സുരേഷ് ഗോപിക്ക് കൂടെ തോന്നണം, എനിക്കൊരു വീടുണ്ടാക്കി ഒരു വീടുണ്ടാക്കി കൊടുക്കണം. ഒരു വീടുണ്ടാക്കാൻ മിനിമം ഒരു 10 ലക്ഷം രൂപ വേണം. സുരേഷ് ഗോപി 10 ലക്ഷം രൂപ കൊടുത്ത് കൊച്ചുവേലായുധന് വീടുണ്ടാക്കി കൊടുക്കണം എന്ന് ശടിക്കാൻ കൊച്ചുവേലായുധന് അവകാശമില്ല. അത് ഒരാളുടെ ദാനമാണ് അല്ലേ? എനിക്ക് ദാനം കിട്ടിയേ പറ്റൂ എന്ന് ഒരാൾക്ക് ശടിക്കാൻ പറ്റില്ല. അത് ദാനം ചെയ്യുന്ന ആൾക്ക് സ്വമേധയാ തോന്നണം. അതല്ല, ഞാൻ വലിയ കഷ്ടപ്പാടിലാണ് കഴിയുന്നത്, എനിക്കൊരു വീട് കിട്ടാൻ MP എന്ന നിലയിൽ സഹായിക്കണം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി വിചാരിച്ചാൽ പഞ്ചായത്ത് വീട് കൊടുക്കുമോ? അതും പ്രത്യേകിച്ച് CPM ഭരിക്കുന്ന പഞ്ചായത്ത്. സുരേഷ് ഗോപി പഞ്ചായത്ത് പ്രസിഡന്റ്, ഹലോ മിസ്റ്റർ പഞ്ചായത്ത് പ്രസിഡന്റ്, ഐ എം സുരേഷ് ഗോപി, തൃശ്ശൂർ MP, ഇന്ന കൊച്ചുവേലായുധനൊരു വീട് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആ സഖാവ് എന്ത് ചെയ്യും? ഫോണിൽ പറയത്തില്ലായിരിക്കും, ഫോൺ താഴെ വെച്ച് ഒരു 2 ഡാഷ് നിങ്ങൾക്ക് വീട് കൊടുക്കാൻ പോവാണ് എന്ന് പറയും അല്ലേ? അതെ. അപ്പോൾ സുരേഷ് ഗോപിക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു, എല്ലാ രാഷ്ട്രീയക്കാരും ചെയ്യുന്ന പോലെ. നിവേദനം ഇതാ, ഞാൻ വെച്ചേക്കാം കേട്ടോ, നോക്കിക്കോളാം കേട്ടോ, പൊക്കോ എന്ന് കൊച്ചുവേലായുധൻ്റെ പുറത്ത് 2 തട്ടുമൊക്കെ തട്ടിയിട്ട് വിടാമായിരുന്നു. എന്നിട്ട് കൊച്ചുവേലായുധൻ പിന്നീട് നമ്മുടെ മാപ്പറകൾ കൊച്ചുവേലായുധൻ്റെ അടുത്ത് ചെല്ലും, വീട് കിട്ടിയോ സുരേഷ് കൊടുത്തിട്ട് 2 ആഴ്ചയായെന്ന് ഇതുവരെ ആ മനുഷ്യൻ ഒന്നും ചെയ്തില്ല എന്ന് പറയും. 2 ആഴ്ച കഴിഞ്ഞ് അവർ പിന്നെയും ചെല്ലും. സുരേഷ് ഗോപിക്ക് അന്ന് വീടിന് അപേക്ഷ കൊടുത്തിട്ട് എന്തായി? എന്തു ചെയ്യാനാന്നേ, ഞാനൊക്കെ വോട്ട് ചെയ്തത് അബദ്ധമായി. ഈ കൊച്ചുവേലായുധന് വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ എല്ലാവരും പറയുന്ന സുരേഷ് ഗോപി തൃശ്ശൂർക്കാർക്ക് ഒരു തെറ്റുപറ്റി, അത് തിരുത്താനുള്ള അവസരം വരും, 5 വർഷം കഴിയും വരട്ടെ. പക്ഷേ സുരേഷ് ഗോപി ഒന്നും ചെയ്തില്ല, കണ്ണിൽ ചോരയില്ലാത്ത മനുഷ്യൻ. സുരേഷ് ഗോപിക്ക് ഒരു റോഡുണ്ടാക്കാൻ MP-ക്ക് ഫണ്ടില്ല, ഉണ്ടോ? MP വിചാരിച്ചാൽ നാട്ടിലെ റോഡ് നന്നാക്കാൻ പറ്റില്ല, കുളം നന്നാക്കാൻ പറ്റില്ല, വീട് കൊടുക്കാൻ പറ്റില്ല. വീടിന് പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്ത് സർക്കാരിൻ്റെ ലൈഫ് പദ്ധതി പ്രകാരം വീട് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഇയാൾ CATU-കാരനായിരുന്നു, പുള്ളു ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. പിന്നെ എങ്ങനെയാണ് വീട് പോയത്? 2021 ജൂൺ മാസത്തിൽ കാലവർഷക്കാലത്ത് വലിയ പേമാരി ഉണ്ടായപ്പോൾ ഇയാളുടെ വീടിൻ്റെ മുകളിലേക്ക് ഒരു മരം വീണു എന്നാണ് ഞാൻ കേട്ടത്. എവിടെ? 2023. അന്ന് സുരേഷ് ഗോപി MP അല്ല. ഇയാൾ വില്ലേജിൽ അപേക്ഷ കൊടുത്ത് കുറച്ച് പൈസ കിട്ടി, അത് വീട് പണിയാൻ തീർന്നില്ല. അപ്പോൾ ആ സമയത്ത് ഇയാളെ സഹായിക്കേണ്ടത് ആരാണ്? പഞ്ചായത്ത് അല്ലേ? CPM. പിന്നെ ഇയാൾ INTUസിലൊക്കെ പോയി എന്ന് കാരട്ട പറയുന്നുണ്ട്. CPM ഇവരൊക്കെയല്ലേ സഹായിക്കേണ്ടത്? അവരെവിടെയായിരുന്നു? അവരുടെ അടുത്ത് ഈ കൊച്ചുവേലായുധൻ പോയിട്ടുണ്ടോ? 2023 ജൂണിന് ശേഷം 2025 സെപ്റ്റംബർ 15 വരെയുള്ള ഈ കാലയളവിൽ കൊച്ചുവേലായുധൻ നാട്ടിലെ CPM-ഉം കോൺഗ്രസും ഉൾപ്പെടെയുള്ള എത്ര രാഷ്ട്രീയ പാർട്ടിക്കാരെ കണ്ടു? അവരെത്ര പേർ വീട് കൊടുത്തു, സഹായിച്ചു? പിന്നെ എന്തിനാണ് സുരേഷ് ഗോപിയുടെ അടുത്ത് വന്ന സുരേഷ് ഗോപി പണിയെടുക്കുന്ന സിനിമയിൽ അഭിനയിച്ച് കിട്ടുന്ന കാശ് മുഴുവൻ നാട്ടിലെല്ലാവർക്കും വീട് വെച്ച് കൊടുക്കാമെന്ന് പുള്ളി തീരുമാനിച്ചിട്ടില്ല. അത് പുള്ളിക്ക് തോന്നണം. പക്ഷേ ഇദ്ദേഹത്തിന് ന്യായമായും തകർന്നു പോയ ഒരു വീടുണ്ടെങ്കിൽ ഒരു വീട് പഞ്ചായത്ത് വഴി കൊടുക്കേണ്ടത് ആരാണ്? പഞ്ചായത്ത് ഭാരവാഹികളാണ്, CPM ആണ്. ഏതായാലും സുരേഷ് ഗോപി ഈ അപേക്ഷ മേടിച്ച് കൈവശം വെച്ചില്ല, അത് വലിയ വാർത്തയാക്കി ഉടനെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖാദറും അവിടുത്തെ MLA C മുകുന്ദനും ഒക്കെ വീട്ടിൽ ചെന്ന് പിണറായി വിജയൻ ഒപ്പിട്ടെന്നാണ് തുല്യം ചാർത്തി ഇയാൾക്കൊരു സഹായം കൊടുക്കാൻ കളക്ടർക്ക് ഉത്തരവ് കൊടുത്തു എന്ന് പറഞ്ഞു. ശരി, അങ്ങനെയാണെങ്കിൽ കൊച്ചുവേലായുധനെ ഇന്നലെ വരെ കാണാതിരുന്ന CPM-കാരും കളക്ടറും പിണറായി വിജയനും ഒക്കെ കാണാൻ
ഇടയായത് ആര് കാരണമാണ്? സുരേഷ് ഗോപി കാരണമാണ് അല്ലേ? അപ്പോൾ സുരേഷ് ഗോപിയാണ് പരോക്ഷമായി കൊച്ചു വേലായുധൻ എന്ന സഖാവ് കൊച്ചു വേലായുധന് ഇപ്പോൾ എന്തെങ്കിലും സഹായം കിട്ടുന്നുണ്ടെങ്കിൽ അതിന് കാരണമായത്. ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് സുരേഷ് ഗോപിക്ക് നേരത്തെ പറയാൻ വന്നിട്ട് പൂർത്തിയാവാത്ത കാര്യമാണ്. സുരേഷ് ഗോപിക്ക് വേണമെങ്കിൽ ഈ അപേക്ഷ മേടിച്ച് കയ്യിൽ വെച്ചിട്ട് കൊള്ളാം, കയ്യിലിരിക്കട്ടെ, ഞാൻ നോക്കാട്ടോ എന്നൊക്കെ പറഞ്ഞ് കൊച്ചു വേലായുധനെ പറഞ്ഞു വിടാം. എന്നിട്ട് അത് അപേക്ഷ കീറിക്കളയാം. അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് വേണമെങ്കിൽ അത് പഞ്ചായത്തിലേക്ക് ഫോർവേഡ് ചെയ്യാൻ പാടില്ല. സുരേഷ് ഗോപി എങ്ങനെയാണ് ഫോർവേഡ് ചെയ്യുന്നത്? ഒരാൾ വശം ഒരു കുറിപ്പെഴുതി പഞ്ചായത്തിലേക്ക് കൊടുത്തയക്കാം. കൊടുത്തയച്ചാൽ CPM ഭരിക്കുന്ന പഞ്ചായത്ത് സുരേഷ് ഗോപി ശുപാർശ ചെയ്താൽ വീട് കൊടുക്കുമോ? കൊടുക്കത്തില്ല. കൊടുക്കത്തില്ല. സുരേഷ് ഗോപി പറഞ്ഞു അന്ന് അവന് വീട് കൊടുക്കുന്നില്ലെന്ന് പറയും. ഇതല്ലേ സംഭവിക്കുക? ഇതെല്ലാവർക്കും അറിയാം. അപ്പോൾ സുരേഷ് ഗോപി എന്ത് പറഞ്ഞു? ഇതെന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല, ഞാനല്ല ഇതിൻ്റെ ആള്, വീട് തരുന്നത് സർക്കാരിൻ്റെ പദ്ധതിയാണ്, പഞ്ചായത്ത് വഴിയെ നടപ്പാവുള്ളൂ, നിങ്ങൾ അപേക്ഷ അവിടെ കൊടുക്കൂ എന്ന് ഉള്ള കാര്യം ഉള്ളതുപോലെ മുഖത്ത് നോക്കി സുരേഷ് ഗോപി പറഞ്ഞു. അതിലെന്താണ് തെറ്റ്? അതല്ലേ ചെയ്യേണ്ടത്? അല്ല, നടക്കുകയില്ലാത്ത കാര്യം ഞാൻ ശരിയാക്കാം കേട്ടോ എന്ന് പറഞ്ഞ് ഫയലിൽ മേടിച്ച് ഫയലിൽ വെച്ച് അവിടെ കിടക്കട്ടെ എന്ന് വെക്കുന്നതല്ല. അപ്പോൾ ഇതിനകത്ത് ഒരു കെണിയുണ്ട്. ഞാനിപ്പോഴും കരുതുന്നു ഇത് നിഷ്കളങ്കമായിട്ടുള്ള സംഭവമല്ല, ഇതൊരു ഓപ്പറേഷനാണ്. സുരേഷ് ഗോപി അവിടെ കലിങ്ക് ചർച്ച എന്നുള്ള പരിപാടി നടത്തുന്നു. ഓരോ നാട്ടിലെ ജനങ്ങളുമായിട്ട് വന്ന് MP അവിടെ ഇരുന്ന് പ്രാദേശികമായി ആളുകളുടെ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതൊരു വലിയ പരിപാടിയാവുന്നു, ജനസമ്പർക്ക പരിപാടി. അതിനെ ഒന്ന് പൊളിക്കണം, അതിനെ ഒന്ന് തകർക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരു നെഗറ്റീവ് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി CUT-കാരൻ പുള്ളി ബ്രാഞ്ച് സെക്രട്ടറിയൊക്കെ ആയിരുന്ന കൊച്ചു വേലായുധനെ കെട്ടിയെഴുന്നള്ളിച്ച് വിട്ടതാണ്. അപ്പോൾ സുരേഷ് ഗോപി സ്വാഭാവികമായിട്ടും അറിയാം പഞ്ചായത്തിൻ്റെ കാര്യമാണ്, MP-ക്ക് ഒന്നും ചെയ്യാനില്ല. കാരണം MP എന്ന് പറഞ്ഞാൽ മെമ്പർ ഓഫ് പഞ്ചായത്തല്ല, മെമ്പർ ഓഫ് പാർലമെൻറ്റാണ്. പാർലമെൻറ്റ് അംഗങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ ലോ മേക്കിംഗ് ആണ്. വിദേശങ്ങളിലൊക്കെ MP-മാരെ വിളിക്കുന്ന ലോ മേക്കർ എന്നാണ്. നമ്മുടെ നാട്ടിൽ പാർലമെൻറ്റിൽ പോകുന്നത് ചന്ത കൂടാനാണ്. പക്ഷേ ലോ മേക്കിംഗ് ജോലിയാണ് MP-മാരുടെ. അവർക്ക് പിന്നെ ആകെ ഉള്ളത് 5 കോടി രൂപയോ മറ്റോ ഒരു MP ഫണ്ട് അനുവദിക്കുന്നുണ്ട്. അതിൽ നിന്ന് നാട്ടിൽ ചില വികസന പ്രവർത്തനം, റോഡ്, ചില ചെറിയ സ്കൂളിൽ സഹായമൊക്കെ ചെയ്യാൻ പറ്റും. ഇതല്ലാതെ ഒരു MP-ക്ക് നാട്ടിൽ റോഡുണ്ടാക്കാനോ കുളം വെട്ടാനോ വീട് വെക്കാനോ ഒന്നും പറ്റില്ല. പിന്നെ സുരേഷ് ഗോപി സ്വന്തം പണമെടുത്ത് ചെയ്യണം എന്നാണെങ്കിൽ അത് മുഴുവൻ സമയം ചെയ്യുന്നത് സർക്കാർ ചെയ്യേണ്ട പണി, സർക്കാർ അർഹരായ ആളുകൾക്ക് വീട് കൊടുക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ജോലിയാണ്. ഇപ്പോൾ ഒരാൾ ജപ്തിയിൽപ്പെട്ട് വീടിറങ്ങിപ്പോയ ഒരാൾക്ക് പലർക്ക് സുരേഷ് ഗോപി സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ മാനുഷികമായ ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ്. പക്ഷേ അർഹതപ്പെട്ട ഒരാൾക്ക് സർക്കാരിൻ്റെ വീട് കിട്ടുന്നതിന് പകരം സുരേഷ് ഗോപി വീട് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി കടന്ന കൈയാണ്. അപ്പോൾ കുറേ കാലമായിട്ട് നമ്മുടെ നാട്ടിലുള്ളൊരു നിലപാടാണ്. ഞാൻ നോക്കട്ടെ, സുരേഷ് ഗോപി MP ആയതിനു ശേഷം തൻ്റെ മണ്ഡലത്തിൽ, തൃശ്ശൂർ മണ്ഡലത്തിൽ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് അക്കമിട്ട് പറയുന്നുണ്ട്. പലയിടത്തും ബോർഡുകൾ വെച്ചിട്ടുണ്ട്. കേരളത്തിലെ എത്ര MP-മാർക്ക് ഇതുപോലെ ഞാൻ ഇന്ന മണ്ഡലത്തിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു ബോർഡ് വെക്കാൻ പറ്റുന്നുണ്ട്? കേരളത്തിൽ സുരേഷ് ഗോപി അല്ല, വേറെ 19 MP-മാരുണ്ടല്ലോ. എത്ര 19? ഈ 19 MP-മാരിൽ എത്ര പേരുടെ അടുത്ത് കൊച്ചു വേലായുധന്മാർ പോകുന്നുണ്ട്? അവരെത്ര പേർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്? അപ്പോൾ സുരേഷ് ഗോപിയെ ആളുകൾക്കൊരു പ്രതീക്ഷയാണ്, മറ്റ് MP-മാരെ പോലെയല്ല, വളരെ വ്യത്യസ്തനായി ഒരു MP ആണ് എന്ന് ഈ പറയുന്ന മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ സമ്മതിക്കുക. കാരണം സുരേഷ് ഗോപിയുടെ അടുത്ത് പോയാൽ മറ്റ് 19 ഉണ്ണാക്കന്മാരെ പോലെയല്ല, സുരേഷ് ഗോപി ഒരു ജെനുവിനാണ്, മാനുഷിക മുഖമുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹം സഹായിക്കും എന്നൊരു ഇമേജാണ് മാതൃഭൂമി ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. സുരേഷ് ഗോപി അവിടെ ചെന്ന് പറഞ്ഞു, പുള്ളി ഒരു മനുഷ്യ മുഖമുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് നിങ്ങളെ പറ്റിക്കാൻ പറ്റില്ല കൊച്ചുവേലായുധ, ഞാനല്ല ഇതിൻ്റെ ആൾ, പഞ്ചായത്തിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. അത് ശരിയായ കാര്യമല്ലേ? നിങ്ങൾ ബോധ്യപ്പെടുത്തുകയല്ലേ വേണ്ടത്? MP-മാർക്ക്, MLA നിങ്ങൾ നാട്ടിലുള്ള ഇപ്പോൾ നാട്ടിക MLA ആണെന്ന് തോന്നുന്നു മുകുന്ദന് പറ്റുമോ ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ? ഇല്ല, അതും പഞ്ചായത്ത് വഴി വരണം. പഞ്ചായത്ത് മുകുന്ദൻ പിന്നെയും പറഞ്ഞാൽ നടക്കും, കാരണം അതിൽ CPM-ൻ്റെ MLA ആണ്. CPM ആണെന്ന് തോന്നുന്നു അല്ലേ? CPM-ഓ CPI-ഓ ആണ്. CPM എൻ്റെ ഒന്ന് ഓർമ്മ. കാരണം മുകുന്ദനൊന്നും നമ്മൾ MLA ആയിട്ട് കേട്ടിട്ടില്ല. MLA-മാരായിട്ട് നമ്മൾ കേരളത്തിൽ അറിയപ്പെടുന്ന MLA-മാർ 140 പേരിൽ എത്ര പേരുണ്ട്? ചിലരുടെ പേര് കേൾക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു MLA ഉണ്ടോ എന്ന് തോന്നുന്നത്. അതെന്തു ആവട്ടെ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ 19 MP-മാരെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പബ്ലിക് ഓഡിറ്റിന് വിധേയമാക്കാത്തത്? സുരേഷ് ഗോപി അങ്ങ് ജയിച്ചത് ഇപ്പോഴും സഹിക്കാത്ത ആളുകളുണ്ട്. അതുകൊണ്ട് എന്തു പറഞ്ഞാലും സുരേഷ് ഗോപിയുടെ മെക്കിട്ട് കയറുക. സത്യത്തിൽ എന്താ ചെയ്യേണ്ടത്? MP എന്ന നിലയിൽ അയാൾ ആ മണ്ഡലത്തിൽ എന്ത് ചെയ്തു? മണ്ഡലത്തിലെ ജനങ്ങളുടെ MP-ക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെ ഇടപെട്ടിട്ടുണ്ട്, പരിഹരിച്ചിട്ടുണ്ട്. MP എന്ന നിലയിൽ, ഒരു പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ മണ്ഡലത്തിലും പാർലമെൻറ്റിൽ പോയും പണിയെടുക്കണം.
MP മാർ അല്ലേ? ചുമ്മാ പോയി അവിടെ മൂലയ്ക്ക് ഇരുന്ന് കുത്തിയിരുന്ന് ഉറങ്ങുകയല്ല MP പണി. പാർലമെന്റിൽ പോയി ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത് എങ്ങനെ ലോ മേക്കർ എന്ന നിലയിൽ എന്തെല്ലാം ചെയ്യുന്നുണ്ട് അത് വിലയിരുത്തണം. തൻ്റെ മണ്ഡലത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട് അത് പരിഗണിക്കണം. അതല്ലേ വേണ്ടത്. അതല്ലാതെ ഈ ഒരു MP ഇടുന്ന ഷർട്ട് ഏതാണ്, അങ്ങേര് ഈ ആളുകൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ കഴുകുക. ശരിയാണ്. ഞാനൊരു വീഡിയോ ഉണ്ട്, സുരേഷ് ഗോപി ഒരുപാട് പേരുമായിട്ട് ഹസ്തദാനം ചെയ്യുന്നു. അത് കഴിഞ്ഞ് പുള്ളി സാനിറ്റൈസറോ മറ്റോ ഉപയോഗിച്ച് കൈ കഴുകുന്നു. അതിനെന്താണെന്ന് ഒരു മനുഷ്യൻ വ്യക്തിശുദ്ധി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുന്നത് തെറ്റാണോ? മുമ്പൊരിക്കൽ അദ്ദേഹം ഒരുപാട് ചോറിട്ടപ്പോൾ ഇത്രയും ചോറ് വേണ്ട തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞു. അത് വലിയ വാർത്തയാവുന്നു. അത് കഴിഞ്ഞ് മുമ്പൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ വന്നിട്ട് സുരേഷ് ഗോപിയുടെ കൂടെ നിന്ന് സെൽഫി എടുക്കാൻ നിൽക്കുന്നു. പുള്ളി അദ്ദേഹത്തിന് കൈകൊണ്ട് മാറ്റി നിർത്തിയിട്ട് വേറൊരാളോടെ സെൽഫി എടുക്കുന്നു. കണ്ടില്ലേ, സുരേഷ് ഗോപിയുടെ കൂടെ സെൽഫി എടുക്കാൻ വന്ന ആളെ സുരേഷ് ഗോപി ആട്ടിപ്പായിച്ചു. പക്ഷെ അതിന് ആ റീൽ അവിടെ കൊണ്ട് നിർത്തി. അതിന് ശേഷമുള്ള ഭാഗം അറിയോ? ആദ്യം വന്ന ആളെ നിർത്തി പുള്ളി സെൽഫി എടുത്തതിന് ശേഷം പിന്നീട് ഈ ആളെ ഒറ്റയ്ക്ക് വിളിച്ച് സെൽഫി എടുക്കുന്നുണ്ട്. ഞാൻ മറ്റൊന്നുകൂടെ കണ്ടു. സുരേഷ് ഗോപി നടന്നു വരുന്നു, ഒരു പെട്രോൾ പമ്പിൻ്റെ അവിടെ ഒരു പെൺകുട്ടി, കാലിന് സ്വാധീനക്കുറവുള്ള പെൺകുട്ടി ഒരു ആക്റ്റീവ സ്കൂട്ടറിലിരിക്കുകയാണ്. ഇവൾ ഉറക്കം വിളിക്കുന്നു, ഈ പെൺകുട്ടി ഉറക്കം വിളിക്കുന്നു, സുരേഷ് ഗോപി സാർ എന്ന് വിളിക്കുന്നു. സുരേഷ് ഗോപി അങ്ങനെ നോക്കുന്നു. എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കുന്നു. സുരേഷ് ഗോപി നേരെ നടന്നു ചെല്ലുന്നു. ഒരു സെൽഫി എടുക്കുമോ എന്ന് ചോദിക്കുന്നു. സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ഗൺമാൻ്റെ കയ്യിൽ ഫോട്ടോ എടുക്കാനായിട്ട് ക്യാമറ കൊടുക്കുന്നിട്ട് പറയുന്നു, പെട്ടത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ്റെയാണ് ഈ പമ്പ്, അതുകൂടെ കിട്ടണം എന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ ശരിക്കും ജനങ്ങളുടെ ഇടയിൽ ഇതൊന്നും യേശുന്നില്ല. അദ്ദേഹം ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജൈവികമായി ന്യായയുക്തമായി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കേരളത്തിലെ മറ്റൊരു എംപിക്കുമില്ലാത്ത ജനകീയത സ്വീകാര്യത സുരേഷ് ഗോപിക്കുണ്ട്. ഇത് കണ്ടിട്ട് ഇവിടെ CPM-ന് UDF-ന് പാത്രങ്ങൾക്ക് എല്ലാം ഹാലിളകുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൊച്ചു വേലായുധന്മാരെ തള്ളിക്കൊണ്ടുവരുന്നത്. ഏതായാലും ഈ കേരളത്തിലെ ഈ സർക്കാരിൻ്റെ ഭരണയന്ത്രത്തിൽപ്പെട്ട് ഞെരിഞ്ഞമർന്ന് അവരുടെ സർക്കാരിൻ്റെ ഒരു ആനുകൂല്യവും കിട്ടാതെ വിഷമിക്കുന്ന ആളുകളുണ്ടല്ലോ. രാഷ്ട്രീയ കാരണങ്ങളുണ്ടാകും. ഇപ്പോൾ LDF ഭരിക്കുന്ന പഞ്ചായത്താണെങ്കിൽ കോൺഗ്രസ്സുകാർ, UDF ഭരിക്കുന്ന പഞ്ചായത്താണെങ്കിൽ LDF-കാർ. ആ പഞ്ചായത്ത് അവർക്ക് വീട് കൊടുക്കുന്നില്ലെങ്കിൽ, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ വേണ്ട സഹായങ്ങൾ ചെയ്യുന്നെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. നേരെ സുരേഷ് ഗോപിയുടെ അടുത്ത് പോവുക, സുരേഷ് ഗോപിക്ക് ഒരു അപേക്ഷ കൊടുക്കുക. സുരേഷ് ഗോപി പറയും ഇതെൻ്റെ പണിയല്ല, ഇത് നിങ്ങളുടെ പഞ്ചായത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി അപേക്ഷ തള്ളി എന്നും പറഞ്ഞ് എതിർ പാർട്ടിക്കാർ വീട്ടിലോട്ട് വരും. അവർക്ക് വീടോ ഒക്കെ കൊടുക്കുമായിരിക്കും. ഇപ്പോൾ കൊച്ചുവേലായതിന് വീട് വെച്ച് കൊടുക്കുമെന്ന് എനിക്കറിയാൻ വയ്യ. ഇതാണ് വാഗ്ദാനം. വെച്ചു കൊടുക്കട്ടെ. CPM-ന് വേണേൽ പിരിക്കാം. പഴയ ബ്രാഞ്ച് സെക്രട്ടറി അല്ലേ, പിരിക്കാം. അപ്പോൾ ഒരു കൊച്ചുവേലാതിന് വീടുണ്ടാക്കാൻ ഇപ്പോൾ നമ്മുടെ അഭിമന്യു ഇപ്പോഴുണ്ട്. അഭിമന്യുവിൻ്റെ പേര് ഇപ്പോൾ പിരിവുണ്ടോ? ഇപ്പോഴും ഉണ്ട്. പിരിച്ചു കഴിഞ്ഞ് ഒരു വീട് വെച്ച് കൊടുത്തു, ബാക്കി കാശ് പാർട്ടി എടുത്തു. അപ്പോൾ കൊച്ചുവേലായുധൻ ഫണ്ട് പിരിച്ചെടുക്കാം. ഇനിയിപ്പോൾ കേരളം മുഴുവൻ സുരേഷ് ഗോപി എവിടെ പോയാലും സഖാക്കൾ ഇങ്ങനെ ഒരു വാറോലയായിട്ട് വിടണം. എന്നിട്ട് സുരേഷ് ഗോപി നിഷേധിച്ചു, അപേക്ഷ സ്വീകരിച്ചില്ല. എന്താടേ, പോയി വല്ല പണിയെടുത്ത് ജീവിക്കണേ അല്ലേ? നാണം കെട്ട രാഷ്ട്രീയ പ്രവർത്തനം. പക്ഷേ ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപഹാസ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഈ പാർട്ടി. കൊച്ചുവേലായുധൻ ഒരു ഇരയായിരുന്നു. ആ ഇരയിട്ട് സുരേഷ് ഗോപിയെ പിടിക്കാൻ നോക്കി. പക്ഷേ സുരേഷ് ഗോപിക്ക് വളരെ ചങ്കൂറ്റമുണ്ട്. കാരണം ഇത് ഫയലിൽ മേടിച്ച് വെച്ചിട്ട് ഞാൻ നോക്കിക്കോളാം എന്ന് പറയാൻ സുരേഷ് ഗോപി കമ്മ്യൂണിസ്റ്റ് അല്ല. സുരേഷ് ഗോപി BJP-കാരാണ്. സുരേഷ് ഗോപി ഒരു മനുഷ്യനാണ്. നടക്കുന്ന കാര്യമേ നടക്കൂ എന്ന് പറയുള്ളൂ. പറ്റാത്ത കാര്യങ്ങൾ പറ്റില്ല എന്ന് തന്നെ പറയണം. അല്ലാതെ ആളുകൾക്ക് മോഹം കൊടുത്ത് വാഗ്ദാനം കൊടുത്ത് വഞ്ചിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ശീലമാണ്. അത് സുരേഷ് ഗോപിക്ക് വശമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.